എന്തിയടാ അവൻ? ലെനിൻ വർദ്ധിച്ചു വന്ന നെഞ്ചിരിപ്പ് അടക്കാൻ പാടുപെട്ടു. ഇവിടെ ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങളും അങ്ങോട്ട് കയറി പണി കൊടുക്കട്ടെ? കണ്ടെയ്നർ സാബു തിരക്കി. വേണ്ട. ഒരു നിമിഷം ചിന്തിച്ചിട്ട് ലെനിൻ മറുപടി നൽകി. അവന്റെ ഓരോ നീക്കവും ശ്രദ്ധിച്ച് അവൻ അറിയാതെ നിന്നാൽ മതി. നിങ്ങൾ അപകടം മണത്തറിയാൻ മിടുക്കനാവൻ. അതുകൊണ്ട് യാതൊരു സംശയത്തിനും ഇട കൊടുക്കരുത്. നേരെ ഇങ്ങ് വരട്ടെ അവൻ. ഭഗവതിയപ്പനും കൂട്ടരും ഇവിടെ ഉണ്ടാവും. അവൻ വരുന്ന വണ്ടിയെ പിന്തുടർന്ന് നിങ്ങളും കൂടി ഇങ്ങെത്തിയാൽ മതി. പിന്നെ കാര്യങ്ങൾ അപ്പോൾ തന്നെ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കണം. ശരി മുതലാളി. ലെനിൻ കോൾ കട്ട് ചെയ്തിട്ട് ഭഗവതിയപ്പന്റെ ശബ്ദം കേട്ടു. നീ എവിടാ ഭഗവതി? മറയൂർ സ്റ്റേഷനിൽ തന്നെയുണ്ട്. അവൻ ശിവജി മൂന്നാറിലെത്തി. ഏ? ഭഗവതിയപ്പൻ ജീപ്പിന്റെ സീറ്റിൽ നിന്നും തറയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ കാത്തു നിൽക്കുക മുതലാളി. മുതലാളി ഇങ്ങോട്ട് വരത്തില്ലേ? വരും. ഭഗവതിയപ്പൻ പെട്ടെന്ന് തനിക്കൊപ്പമുള്ള ഡ്രൈവർമാരെ വിളിച്ച് കാര്യം പറഞ്ഞു. മറയൂരിലെ അന്തരീക്ഷത്തിന് പെട്ടെന്ന് ചൂടുകൂടിയ പ്രതീതിയായി. ഭഗവതിയപ്പൻ തന്റെ കൂട്ടുകാരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി കാര്യങ്ങൾ ഒന്നുകൂടി സംസാരിച്ചു. അവൻ വരുന്ന വാഹനത്തെക്കുറിച്ചൊക്കെ അപ്പോൾ നമുക്ക് അറിവ് കിട്ടുകൊണ്ടിരിക്കും. മിക്കവാറും ബസ്സിൽ തന്നെയാവും അവൻ എത്തുന്നത്. ബസ്സിന് പിന്നാലെ നമ്മുടെ ആളുകൾ ഉണ്ടായിരിക്കും. അവൻ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ മാത്രം മുന്നിലെത്തും. അവനറിയാതെ നിങ്ങൾ അവന് ചുറ്റും വലയം തീർത്തിരിക്കണം. ഭഗവതിയപ്പൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആ നേരത്ത് തിടുക്കത്തിൽ കുളി കഴിഞ്ഞ് വേഷം മാറുകയായിരുന്നു ലെനിൻ. രാത്രി തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി യോഗം കഴിഞ്ഞെത്തിയ ഗോപിദാസ് അവന്റെ മുന്നിലേക്ക് ചെന്നു. നീ എവിടേക്കാടാ? ആ ശിവജി മൂന്നാറിലെത്തിയെന്ന്. അതിന്? ഗോപിദാസിന്റെ നെറ്റി ചുളിഞ്ഞു. വെറുതെ അവനുമായി കൊമ്പ് കോർക്കാനാണോ നിന്റെ പ്ലാൻ? ഒന്നോർത്ത കൊള്ളാം. മനസ്സിൽ പകയുടെ അഗ്നിയുമായിട്ടായിരിക്കും അവന്റെ വരവ്. നീ അവന്റെ മുന്നിൽ ചെന്നുപെടണ്ട. അവന്റെ പകയൊക്കെ ഇന്നത്തോടെ തീരാൻ പോവുക. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗോപിദാസിന്റെ ബാക്കി വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ ഷർട്ടിന്റെ കൈകൾ തെറുത്തു കയറ്റി ലെനിൻ തിടുക്കത്തിൽ പുറത്തേക്ക് നടന്നു. പുച്ഛഭാവത്തിൽ ഗോപിദാസ് മകനെ നോക്കി നിന്നു. ലെനിൻദാസ് സുമോയിലേക്ക് കാൽവെച്ചതും മൊബൈൽ ഫോണിൽ കണ്ടെയ്നർ സാബുവിന്റെ വിളി വീണ്ടും വന്നു. മുതലാളി, അവനിപ്പോ ബസ് സ്റ്റാൻഡിലുണ്ട്. പിന്നെ സസ്പെൻഷനിലായ ആ CI ആന്റണി അവനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇവിടെ. ലെനിൻ ഒന്ന് ഞെട്ടി. ആന്റണിയും ശിവജിയും തമ്മിൽ സംസാരിക്കണമെങ്കിൽ അവർ നേരത്തെ പരിചയക്കാരാണോ? സാബു, സൂക്ഷിക്കണം. ലെനിൻ മുന്നറിയിപ്പ് നൽകി. നീയും നിന്റെ പിള്ളേരും ആന്റണിയുടെ കണ്ണിൽ പെടരുത്. ഇല്ല, ഞങ്ങൾ അല്പം അകലെ വണ്ടിയിൽ ഇരിക്കുക. ശരി, അവരെ നോക്കിക്കോ പറഞ്ഞിട്ട് ലെനിൻദാസ് തിടുക്കത്തിൽ സുമോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവർ മറയൂർ ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ ഭഗവതിയപ്പന്റെയും സുഹൃത്തുക്കളുടെയും ടാക്സി ജീപ്പുകൾ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടിരിക്കുകയാണ്. മൂന്നാറിനുള്ള KSRTC ബസ്സിൽ ആളുകൾ കയറിക്കൊണ്ടിരുന്നു. ലെനിൻ സുമോ ഒരു ഭാഗത്തേക്ക് ചേർത്ത് നിർത്തി. അവൻ അതിൽ നിന്ന് ഇറങ്ങും മുമ്പ് ഭഗവതിയപ്പൻ അടുത്തെത്തി. ലെനിൻ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തെ പവർ വിൻഡോ താഴ്ത്തി. ഭഗവതി, ഞാൻ പ്രത്യക്ഷത്തിൽ നിൽക്കില്ല കേട്ടോ. പക്ഷേ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും, അവൻ പറഞ്ഞു. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം. ഇവിടെ എന്തൊക്കെ നടന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഭഗവതിയപ്പൻ തലയാട്ടി. അപ്പോൾ ലെനിനെ കണ്ടെയ്നർ സാബു വീണ്ടും വിളിച്ചു. അവൻ മറയൂരിലെ ബസ്സിൽ കയറി മുതലാളി. CI ആന്റണി ഒരു പേപ്പറിൽ എന്തോ കുറിച്ചു കൊടുക്കുന്നത് കണ്ടു. ഫോൺ നമ്പർ ആണെന്ന് തോന്നുന്നു. ആന്റണി എന്തിയടാ? അയാൾ കോട്ടയത്തേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചറിൽ കയറിപ്പോയി. നല്ലത്. നിങ്ങൾ മറയൂരിനുള്ള ബസ്സിന്റെ പിന്നാലെ പോന്നാ മതി. ശരി. ഫോൺ പോക്കറ്റിലിട്ട് ഭഗവതിയപ്പന്റെ നേരെ ലെനിൻ വീണ്ടും തിരിഞ്ഞു. അവൻ മൂന്നാറിൽ നിന്ന് ഉടനെ പുറപ്പെടും. പിന്നെ ഇവിടെ ഒരു രംഗമുണ്ടാകുമെന്ന കാര്യം ഒരു നിമിഷം വരെ മറ്റാരും അറിയാനും പാടില്ല. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മുതലാളി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ലെനിൻ തിരക്കി. അവൻ എന്തിയെ ശെൽവം? മറ്റുള്ളവർ അവനെ കണ്ട തിരിച്ചറിയത്തില്ലേ? ഇവിടെ വെച്ച് ടിപ്പർ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ചിലരെങ്കിലും അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോ പെറ്റ തള്ള പോലും അവനെ കണ്ട തിരിച്ചറിയത്തില്ല. താടി, മുടി, മീശമെല്ലാം വടിച്ചു കളഞ്ഞു. ഭഗവതിയപ്പൻ ജീപ്പിന്റെ ഭാഗത്തേക്ക് കൈ ചൂണ്ടി. സുമോയുടെ റിവർവ്യൂ മിററിലൂടെ ലെനിൻ അത് കണ്ടു. ഒരു ജീപ്പിന്റെ ബോണറ്റിൽ കയറിയിരുന്ന് കപ്പലണ്ടി തിന്നുന്ന മൊട്ടത്തലയൻ. ഭഗവതിയപ്പൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ലെനിന് ബോധ്യമായി. ഈ നേരത്ത് മൂന്നാറിൽ നിന്നും മറയൂരിനുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു.
ഇടതുഭാഗത്തെ ഒരു സൈഡ് സീറ്റിലായിരുന്നു ശിവജി. പിന്നാലെ സഞ്ചരിക്കുന്ന സുമോയിലിരുന്ന് കണ്ടെയ്നർ സാബു അവനെ ശ്രദ്ധിച്ചു. പണ്ടു കണ്ട ശിവജി അല്ല ഇതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പറ്റെ വെട്ടിയ മുടിയും പിരിച്ചു വച്ചിരിക്കുന്ന കട്ടിമീശയും കണ്ണുകളിലെ അസാമാന്യമായ തിളക്കം അകലിൽ നിന്നേ അറിയാമായിരുന്നു. കള്ളിഷർട്ടും മുണ്ടുമാണ് വേഷം. ഉരുക്കുപോലെയുള്ള കൈകാലുകൾ, വിരിഞ്ഞ നെഞ്ച്. മൂന്നാർ മാർക്കറ്റ് പരിസരത്തെ തിരക്കിലൂടെ ബസ് പതിയെ നീങ്ങി. തൊട്ടു പിന്നാലെ കണ്ടെയ്നർ സാബുവും സംഘവും സഞ്ചരിക്കുന്ന സുമോയും. വെയിൽ പരന്നിരിക്കുന്ന നേരത്തും മലമടക്കുകളിൽ തൂങ്ങിക്കിടക്കുന്ന മഞ്ഞിലായിരുന്നു ശിവജിയുടെ കണ്ണുകൾ. 10 വർഷം. മൂന്നാറിന്റെ മുഖവും പ്രകൃതി ഭംഗിയും ഏറെ മാറിയിരിക്കുന്നു. തലയോർത്തി നിൽക്കുന്ന റിസോർട്ടുകൾ. വിവിധ കാര്യങ്ങൾക്കായി ആഴ്ചയിൽ 4ഉം 5ഉം തവണ താൻ ഇവിടെ വരുമായിരുന്നു. അവൻ ഓർത്തു. അല്പം കഴിഞ്ഞപ്പോൾ വരയാടുകളെ കാണാൻ പോകുന്നവരുടെ വാഹനങ്ങൾ നീണ്ട നിരയായി വരുന്നത് കണ്ടു. അവിടെ അല്പനേരം റോഡ് ബ്ലോക്കായി. ശിവജി വെറുതെ പിന്നിലേക്ക് നോക്കി. ഒരു സുമോ. താൻ മൂന്നാറിൽ കാൽ കുത്തിയപ്പോൾ മുതൽ അത് പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. അതിൽ നിന്ന് ആരോ തന്നെ ഉറ്റുനോക്കുന്നുണ്ടോ? അവന് സംശയം തോന്നി. അവർക്ക് മനസ്സിലാകാത്ത ഭാവത്തിൽ അവൻ ആ വാഹനത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പല വാഹനങ്ങളും ബസ്സിനെ കടന്നുപോയിട്ടും ഒരു സുമോ മാത്രം പിന്നിൽ തന്നെ നിൽക്കുന്നത് ശിവജിയിൽ സംശയം വർദ്ധിപ്പിച്ചു. അകലെ വെളുത്ത സാരി താഴേക്ക് വിരിച്ചിട്ടിരിക്കുന്നത് പോലെ മലമടക്കുകളിൽ ഒരു ജലപാതം കണ്ടു. ശിവജി CI ആന്റണി പറഞ്ഞത് ഓർക്കുകയായിരുന്നു. ശിവജി, സൂക്ഷിക്കണം. നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്വീകരണമായിരിക്കില്ല മറയൂരിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുക. നീ ജയിലിൽ പോയപ്പോഴുള്ള ലെനിൻ അല്ല ഇപ്പോൾ. കൊല്ലാനും കൊല്ലിക്കാനും ഒരുപാട് പേർ അവനൊപ്പമുണ്ട്. മറയൂരും കാന്തല്ലൂരും അവൻ പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ല. ഞാനിപ്പോൾ സസ്പെൻഷനിലായത് പിന്നിലും അവനാണ്. രാഷ്ട്രീയവും ഗുണ്ടായിസവുമാണ് അവൻ്റെ ശക്തി. ശിവജിയുടെ പല്ലുകൾ വല്ലാതെയൊന്ന് ചേർന്ന് ഞെരിഞ്ഞു. ചെന്നിയിലെ ഞരമ്പുകൾ ചോര തിങ്ങി വീർത്തു നിന്നു. 10 വർഷം മുമ്പ് കുരിശുമലയിലെ ആ രാത്രി. ലെൻ്റെ ഒപ്പം ഒരു ജീവിതം കിട്ടുമെന്ന് കരുതിയിരുന്ന സീത ചതിയറിയാതെ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റ്. അവസാനമോ? ചോരയിൽ കിടന്നു പിടരുന്ന സീതയുടെ രൂപം ഇപ്പോഴും മനസ്സിലുണ്ട്. അവസാനം അവളുടെ ചേതനയറ്റ ശരീരം മുനിയറയിൽ. ഹോ! ശിവജി അറിയാതെ മുഖം വെട്ടിച്ചു. തൊട്ടടുത്തിരുന്ന യാത്രക്കാരൻ അവനെ തുറച്ചു നോക്കി. അപ്പോൾ മീനാക്ഷിയമ്മയെയും ദുർഗയെയും കൊണ്ട് നാബി മജീദ് തൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയിരുന്നു. അവരുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ടപ്പോൾ ബീരാൻകുട്ടി മുഖം ചുളിച്ചു. എന്താ മീനാക്ഷി? മീനാക്ഷിയമ്മയ്ക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ദുർഗ പറഞ്ഞു, ഇന്നലെ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയവർ ഇന്നും വന്നു. ഏ? ബീരാൻകുട്ടി ഒന്ന് നടുങ്ങി. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ബാപ്പ. മജീദ് സംഭവം ലഘൂകരിക്കാൻ ശ്രമിച്ചു. ഉണ്ടായി. ചെല്ലൻ തൻ്റെ മുറിവ് പറ്റിയ കാൽമുട്ട് കാണിച്ചു. അവർ തട്ടിയിട്ടതാ. അപ്പോഴേക്കും ഖദീജയും സുഹറയും ഇറങ്ങി വന്നു. ഉമ്മ, ഇവർക്ക് ആഹാരം കൊടുക്ക്. മജീദ് അവരെ ഉമ്മയ്ക്കൊപ്പം പറഞ്ഞു വിട്ടു. പിന്നെ ഉണ്ടായ സംഭവം ബാപ്പയോട് വിശദമായി പറഞ്ഞു. ആ ഇരുമ്പു കമാലിന്റെ രീതി അങ്ങനാ. അവൻ ഇനിയും വരും. എല്ലാം കേട്ടുകഴിഞ്ഞ് ബീരാൻകുട്ടി പ്രതിവചിച്ചു. പിന്നെ പെട്ടെന്ന് ഓർത്തതുപോലെ നിർദ്ദേശിച്ചു. ശിവജി ഇന്നെന്തായാലും മറയൂരിലെത്തും. അപ്പോൾ ഒരു സഹായത്തിന് നീയും അവിടെ ഉണ്ടായിരിക്കണം. എനിക്കറിയാം പാപ്പ. അധികം വൈകാതെ മജീദും മറയൂരിന് പുറപ്പെട്ടു. വഴിക്ക് വെച്ച് അവൻ തൻ്റെ 2 സുഹൃത്തുക്കളെ കൂടി ഒപ്പം കൂട്ടി. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത 2 പേർ. മജീദിന്റെ കൊച്ചു സൈന്യത്തിലെ അംഗങ്ങൾ. സമയം കടന്നുപോയി. മണ്ണാരപ്പെട്ടി ടൗണിൽ നല്ല തിരക്കായിരുന്നു. മറയൂരും കാന്തല്ലൂരും കാണാനെത്തിയ ടൂറിസ്റ്റുകൾ ഏറെയുണ്ട് ആ കൂട്ടത്തിൽ. ഫോറസ്റ്റുകാരുടെ ഒരു ജീപ്പ് ഗ്രാമം റോഡിലൂടെ വെട്ടിത്തിരിഞ്ഞ് കുന്നുകയറിപ്പോയി. പെട്ടിക്കടക്കാർ വൈറ്റ് സപ്പോട്ടയും സ്ട്രോബെറിയും പച്ച ആപ്പിളും ഒക്കെ കാട്ടി ടൂറിസ്റ്റുകളെ മാടി വിളിക്കുന്നു. വില്ലേജ് ഓഫീസിന് മുന്നിൽ തൻ്റെ സുമോ ഒതുക്കി നിർത്തിയിട്ട് ഗ്ലാസുകൾ ഉയർത്തി AC ഓണാക്കി അതിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു ലെനിൻ. ഇനി ഏത് നിമിഷവും ശിവജി എത്തിച്ചേർന്നേക്കും. ലെനിന്റെ നെഞ്ചിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു തുടങ്ങി. രാവിലെ മീനാക്ഷിയമ്മയ്ക്കും ദുർഗയ്ക്കും മുന്നിൽ പരാജയപ്പെട്ട ഇരുമ്പു കമാലിനോടും സംഘത്തോടും ഇവിടേക്ക് പോരാൻ പറഞ്ഞിരിക്കുകയാണ് അവൻ. യാതൊരു കാരണവശാലും ശിവജി പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നോർത്ത് അവനൊന്ന് ചിരിച്ചു. എന്നിട്ടും എന്തോ ഒരു ഉത്കണ്ഠ. വില്ലേജ് ഓഫീസിന് മുന്നിലെ മരത്തിൽ നിന്ന്
ഒരു കുരങ്ങ് സുമോയുടെ മുകളിലേക്ക് എടുത്തു ചാടി. ആ ശബ്ദം പോലും അവനെ ഞെട്ടിച്ചു. അറിയാതൊരു ശബ്ദം അവന്റെ നാവിൽ നിന്ന് അടരുകയും ചെയ്തു. പിന്നെ താൻ ഞെട്ടിയത് ആരും കണ്ടില്ലല്ലോ എന്ന് അവൻ ആശ്വസിച്ചു. പെട്ടെന്ന് കണ്ടെയ്നർ സാബുവിന്റെ ഫോൺ കോൾ. അവനെത്തി, അത്രമാത്രം. ലെനിൻ അപ്പോൾ തന്നെ ഭഗവതിയപ്പന് മെസ്സേജ് നൽകി. ചിന്നാർ ഭാഗത്തു നിന്ന് ഒരു സ്കോർപിയോ പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള അരുണാക്ഷിയമ്മൻ കോവിലിന് മുന്നിൽ വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ ലെനിന്റെ കണ്ണുകൾ വികസിച്ചു. ഇരുമ്പ് കമാലും സംഘവും. ഇപ്പോൾ തന്റെ പക്ഷത്ത് ഒരു യുദ്ധത്തിനുള്ള ആളുകളുണ്ട്. ശിവജിയെപ്പോലെ 10 പേർ വന്നാലും അവർക്ക് രക്ഷപ്പെടാനാവില്ല. അടുത്ത നിമിഷം ഒരു ബസിന്റെ ഹോൺ കേട്ടു. ജിജ്ഞാസയോടെ ലെനിൻ മൂന്നാർ റോഡിലേക്ക് നോക്കി. ചെറിയ വളവ് തിരിഞ്ഞു വരുന്ന ഒരു വേണാട് ബസിന്റെ വെളുത്ത മുഖം കണ്ടു. അവൻ എത്തി. ലെനിൻ ഒന്ന് ഇളകിയിരുന്നു. ബസ്സിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് കയറി. ഇരുഭാഗത്തെയും ഡോറുകൾ തുറക്കപ്പെട്ടു. ആളുകൾ തിടുക്കത്തിൽ ഇറങ്ങിത്തുടങ്ങി. ഡ്രൈവർ ഒരു തോർത്തെടുത്ത് മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുറച്ചിട്ട് എഴുന്നേറ്റു. മറയൂർ ബോർഡ് മാറ്റി മൂന്നാർ ബോർഡ് വെച്ചു. അതോടെ ബസ്സിൽ കയറാനുള്ളവർ ഇരുവാതിലുകളിലും തിക്കി തിരക്കി. കണ്ടെയ്നർ സാബുവും മറ്റും വന്നിറങ്ങി. ഭഗവതിയപ്പൻ 2 ഡോറുകളിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് ബസ്സിന്റെ ഏതാണ്ട് മധ്യഭാഗം നോക്കി നിലയുറപ്പിച്ചു. ഇറങ്ങി വരുന്ന ഓരോരുത്തരിലും അവന്റെ കണ്ണുകൾ ചാട്ടുളി പോലെ വീണു. അവസാനം അവന്റെ ഞരമ്പുകൾ ഒന്ന് പിടഞ്ഞു. അവന്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്ന ഡ്രൈവർമാരും ശെൽവവും ആ ഭാവം തിരിച്ചറിഞ്ഞു. അവരും ബസ്സിന്റെ പിൻഭാഗത്തെ വാതിൽക്കിലേക്ക് നോക്കി. തിക്കി തിരക്കുന്ന ആളുകൾക്കിടയിലൂടെ ഒറ്റയാന്റെ തലയെടുപ്പോടെ പുറത്തേക്ക് വരുന്ന കളി ഷർട്ടുകാരൻ. കക്ഷത്തിൽ ഒരു പ്ലാസ്റ്റിക് കവർ. ശിവജി. ആളുകൾക്കിടയിൽ നിന്നും പുറത്തു വന്ന അവൻ ചുറ്റും നോക്കി. തന്നെ ശ്രദ്ധിച്ച് എന്നാൽ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിൽക്കുന്നവരെ സഹജവാസന കൊണ്ട് അവൻ തിരിച്ചറിഞ്ഞു. പൊടുന്നനെ ഒരാൾ അവന്റെ മുന്നിലെത്തി. ഭഗവതിയപ്പൻ. ഒറ്റ നിമിഷം കൊണ്ട് ശിവജിക്ക് അവനെ മനസ്സിലായി. ഭഗവതി. അവന്റെ ചുണ്ടനങ്ങി. അതേടെ നായേ. ഭഗവതിയപ്പൻ അലറി. ആ ശബ്ദത്തിൽ മറയൂർ ബസ് സ്റ്റാൻഡ് വിറച്ചു. അത് കേട്ട സകലരും തിരിഞ്ഞു നോക്കി. ബസ്സിനരികിൽ നിന്നവർ ഞെട്ടിമാറി. ചിലർ ബസ്സിനുള്ളിലേക്ക് ചാടിക്കയറിയിട്ട് തല പുറത്തേക്ക് നീട്ടി. നിന്റെ ഈ വരവിനു വേണ്ടി കഴിഞ്ഞ 10 വർഷമായി കാത്തിരിക്കുകയായിരുന്നടാ ഞാൻ, അലറി പറഞ്ഞുകൊണ്ട് ഭഗവതിയപ്പൻ പിന്നോട്ട് കൈകടത്തി. ഷർട്ടിന്റെ കോളറിനടിയിൽ നിന്നും ഒരു മടവാൾ വലിച്ചെടുത്തു. അടുത്ത നിമിഷം ചുറ്റും ആയുധങ്ങളുടെ കിലുക്കം. ശിവജിയുടെ കണ്ണുകൾ ഒന്ന് വട്ടം കറങ്ങി. 8 പേർ. ചിലർ പരിചിത മുഖങ്ങൾ. അവർ തന്നെ വലയം ചെയ്തിരിക്കുന്നു. അല്പം മാറി കണ്ടെയ്നർ സാബുവും സംഘവും കാത്തുനിന്നു. അങ്ങനെയാണ് ലെനിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഇര എത്തിയെന്ന് മനസ്സിലാക്കി സ്കോർപിയോയിൽ നിന്നും ഇരുമ്പ് കമാലും പാർട്ടിയും ഇറങ്ങി. ബസ് സ്റ്റാൻഡിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടെ ലെനിനും ഇറങ്ങി. അപ്പോഴേക്കും സ്റ്റാൻഡിന് ചുറ്റും ആളുകൾ തിങ്ങിക്കൂടി തുടങ്ങി. അവരിൽ ഒരാളായി ലെനിനും നിന്നു. ശിവജി ഒട്ടും പതറിയില്ല. അവൻ ഭഗവതിയപ്പന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഭഗവതി, എന്നെ കൊല്ലാൻ നീ 10 വർഷം കാത്തിരുന്നു അല്ലേ? പക്ഷേ ഇക്കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും സീതയെ കൊന്നത് ആരാണെന്ന് നീ തിരക്കിയിട്ടുണ്ടോ? ശാന്തതയോടെയായിരുന്നു അവന്റെ ചോദ്യം. നീ. ഭഗവതിയപ്പൻ മടവാൾ അവന്റെ നേരെ ചൂണ്ടി. നീയാണ് എന്റെ പെങ്ങളെ കൊന്നത്, എന്റെ കുടുംബം അനാഥമാക്കിയത്, എന്റെ അച്ഛനെ ഭ്രാന്തനാക്കിയത്. അതുകൊണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും വില പോവില്ലടാ. വെട്ടി തുണ്ടം തുണ്ടമാക്കി നിന്നെ ഞാൻ സ്റ്റാൻഡിൽ അനഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കും. അതാണ് എന്റെ തീരുമാനം, എന്റെ പ്രതിജ്ഞ. അവൻ മടവാളോങ്ങി. ഛേ. എല്ലാം നോക്കി നിന്നിരുന്ന ലെനിൻ അസ്വസ്ഥനായി. മുന്നിലെത്തിയവനെ ആ ക്ഷണം വെട്ടിവീഴ്ത്തേണ്ടതിനു പകരം ഇവനിങ്ങനെ ഡയലോഗ് കാച്ചേണ്ട കാര്യമുണ്ടോ? ശിവജി തലയാട്ടി. നിന്റെ തീരുമാനം, നിന്റെ പ്രതിജ്ഞ, അതൊക്കെ നിന്റെ കാര്യം. പക്ഷേ എനിക്കും ഒരു പ്രതിജ്ഞയുണ്ട് ഭഗവതി. സീതയെ കൊന്നത് ഞാനല്ലെന്ന് നിന്നെ മാത്രമല്ല ഈ മറയൂരുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തണമെന്ന പ്രതിജ്ഞ. അത് പാലിക്കാൻ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. അവൻ ചുറ്റും നിന്നവരെ ഒന്നുകൂടി കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. എന്റെ നേരെ ആയുധം വീശും മുമ്പ് നിങ്ങൾ ഒന്നുകൂടി ഓർത്തോണം. 10 വർഷം സെൻട്രൽ ജയിൽ എന്ന കളരിയിൽ പയറ്റി തെളിഞ്ഞിട്ട് വന്നവനാണ് ഞാൻ. ചോരയിൽ പ്രതികാരത്തിന്റെ വീര്യം നിറച്ചവൻ. കേരളത്തിലെ എല്ലാ തരം കുറ്റവാളികളെയും അറിഞ്ഞവൻ. ചോര കണ്ടാൽ തല കറങ്ങാത്തവൻ. നിങ്ങളുടെ കരുത്തിനും ആയുധത്തിനും
എന്നെ വീഴ്ത്താനുള്ള ഉറപ്പുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ മാത്രമേ അടുത്തു വരാവൂ. അതല്ലെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. ഇത് അവസാനത്തെ സന്ധി സംഭാഷണമാണ്. ഒരു ചാവേറിന്റെ അവസാന വാക്ക്. കൊല്ലാനും ചാവാനും ഞാൻ തയ്യാർ. ശിവജി കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ നിലത്തിട്ടു. ഷർട്ടിന്റെ കൈകൾ മേലേക്ക് തള്ളിവെച്ചു. ഇവന്റെ പ്രസംഗം കേട്ടു നിൽക്കാത്ത കാച്ചടാ! അലറിക്കൊണ്ട് ഭഗവതിയപ്പൻ മടവാൾ ആഞ്ഞു വീശി. മറയൂർ ബസ് സ്റ്റാൻഡിനെ വിറപ്പിക്കുന്ന ഒരലർച്ച. ഭഗവതിയപ്പന്റെ വാളിൽ നിന്ന് ചോര വീശി തെറിക്കുന്നത് മറ്റുള്ളവർ കണ്ടു. അവന്റെ കഥ കഴിഞ്ഞു പറഞ്ഞിട്ട് ലെനിൻ ചിരിച്ചു. അടുത്തു നിന്നിരുന്നവർ അവനെ അമ്പരന്ന് നോക്കി. അപ്പോഴാണ് അവൻ ലെനിനാണെന്ന് പോലും ആളുകൾക്ക് മനസ്സിലായത്. പക്ഷേ പെട്ടെന്ന് ലെനിന്റെ ചിരി നിന്നു. സ്റ്റാൻഡിനരികിലെ മതിലിലും കടകൾക്ക് മീതെയും ഇരുന്ന അസംഖ്യം കുരങ്ങന്മാർ വികൃത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മരങ്ങളിലേക്ക് ഓടിക്കയറി. അതിനിടയിൽ ലെനിൻ കണ്ടു വീഴ്ച നിൽക്കുന്ന ഭഗവതിയപ്പൻ. അവന്റെ മുന്നിൽ ശിവജി. പകരം ഭഗവതിയപ്പന്റെ കൂട്ടത്തിലുള്ള ഒരാൾ തറയിൽ കിടന്ന് പിടയുന്നു. ഭഗവതിയപ്പൻ വിറച്ചുപോയി. ചോര തീർക്കുന്ന വലയത്തിനുള്ളിൽ കിടന്ന് പിടയുന്ന തന്റെ സുഹൃത്തിനെയും ശിവജിയെയും അവൻ മാറി മാറി നോക്കി. ആയുധം നിന്നെ ചതിച്ചു അല്ലേടാ ഭഗവതി? യാതൊരു പരിഭ്രവുമില്ലാതെ ശിവജി തിരക്കി. ഭഗവതിയപ്പന് മിണ്ടാനായില്ല. എന്നാൽ ഉണ്ടായത് എന്താണെന്ന് ചിലരെങ്കിലും ഒരു മിന്നൽ പോലെ കണ്ടിരുന്നു. കഴുത്തിന് നേരെ വന്ന മടവാളിൽ നിന്ന് ശിവജി മിന്നൽ പോലെ ഒഴുകുകയും ഒപ്പം പിന്നിൽ നിന്നിരുന്ന ശത്രുവിനെ മുന്നോട്ട് വലിച്ചെറിയുകയും ചെയ്യുന്നത്. അയാളുടെ വയറിന് മീതെ കൂടിയാണ് മടവാൾ പൂളിപ്പോയത്. ചോര മരവിപ്പിക്കുന്ന കാഴ്ച. ആ നടുക്കം മാറും മുമ്പ് കൊടുങ്കാറ്റ് പോലെ ശിവജി മുന്നോട്ടാഞ്ഞു. വലതുകൈ ചുരുട്ടി ഒറ്റയടി. ഭഗവതിയപ്പൻ പിന്നോട്ട് വേച്ചു. നെഞ്ചിനു മധ്യത്തിൽ കൂടം കൊണ്ട് അടിയേറ്റതുപോലെയാണ് അവന് തോന്നിയത്. മടവാൾ കയ്യിൽ നിന്ന് പിടിവിട്ട് വീണു. അടുത്ത നിമിഷം ശിവജി വാൾപീടിയുടെ അഗ്രത്തിൽ ആഞ്ഞു ചവിട്ടി. ഒരു റബ്ബർ ദണ്ട് പോലെ വാൾ മേലേക്കുയർന്നു. ശിവജി അത് പിടിച്ചെടുത്തു. അവനത് ഭഗവതിയപ്പന്റെ കഴുത്തിൽ വെച്ചു. പിന്നെ പറഞ്ഞു, എന്നെ തോൽപ്പിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലേ അടക്കാവൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു നിന്നെ. ഭഗവതിയപ്പൻ നിശ്ചലം നിന്ന് മിടയിറക്കി. എന്നാൽ അവന്റെ കണ്ണുകളിൽ നിന്നും തനിക്ക് പിന്നിലെ നിഴലണക്കം ശിവജി തിരിച്ചറിഞ്ഞു. വാൾ വീശിക്കൊണ്ടവൻ വെട്ടിത്തിരിഞ്ഞു. വായു പിളരുന്നതുപോലൊരു സീൽക്കാരം. വാൾത്തുമ്പിൽ ഒരു സൈക്കിൾ ചെയിൻ കുരുങ്ങി. അത് പിടിച്ചിരുന്നവർ ഉൾപ്പെടെ തെറിച്ചു വീണു. മറ്റുള്ളവർ ഒന്നിച്ച് ശിവജിയെ ആക്രമിച്ചു. ആയുധങ്ങൾ കൂട്ടിമുട്ടി തീപ്പൊരികൾ ചിതറി. ഒരുവന്റെ വെട്ടേറ്റ് വേണാട് ബസിന്റെ സൈഡിലെ ഇരുമ്പ് ഷീറ്റ് പിളർന്നുപോയി. ശെൽവം കുരങ്ങിനെ പോലെ കുതിച്ചു ചാടി. അയാളുടെ കാൽ വീശി വന്നു. മടവാൾ വലിച്ചെറിഞ്ഞിട്ട് ശിവജി ആ കാലിൽ പിടിച്ച് ശക്തിയായി കറക്കി. ഒരു ചാക്കുകെട്ടുപോലെ ശെൽവം ബസിന്റെ സൈഡിൽ വലിയ ശബ്ദത്തോടെ ചെന്നിടിച്ചു വീണു. അയാളുടെ മൂക്കിലൂടെയും ചെവിയിലൂടെയും ചോര പനച്ചു. ശത്രുവലയം ശരിക്കും പതറി. ഭഗവതിയപ്പൻ ശിവജിയെ പിന്നിൽ നിന്ന് വട്ടം പിടിച്ചിട്ട് അലറി, കയ്യും കാല് തല്ലി ഒടിക്കണം. അതിനു മുമ്പ് ശിവജി കുനിഞ്ഞു. പിന്നിലേക്ക് കൈ കടത്തി ഭഗവതിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മുന്നോട്ട് മലർത്തിയടിച്ചു. ഭഗവതിയപ്പന്റെ വെട്ടേറ്റ് ആദ്യം വീണവന്റെ വയറ്റിൽ നിന്നും കുടൽമാല പുറത്തേക്ക് തള്ളിത്തുടങ്ങിയിരുന്നു. അതുകൂടി കണ്ടതോടെ ശിവജിയെ വലയം ചെയ്തിരുന്നവർ ചിതറിത്തുടങ്ങി. അവർ പരാജയപ്പെടുകയാണെന്ന് ലെനിനു ബോധ്യമായി. അവർ കണ്ടെയ്നർ സാബുവിനും ഇരുമ്പു കമാലിനും സിഗ്നൽ നൽകി. ഒരാരവം കേട്ടാണ് ശിവജി തിരിഞ്ഞത്. രണ്ടു ഭാഗത്തായി പാഞ്ഞു വരുന്ന ഗുണ്ടാപ്പട. അത്രയും പേരോട് ഒന്നിച്ചു ചേർത്ത് നിൽക്കാൻ തനിക്കാവില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇവിടെ തന്ത്രവും വേഗവുമാണ് പ്രധാനം. ഞൊടിയിടയിൽ അവൻ ഓടി. തൊട്ടടുത്ത മതിലിനു മീതെ ചാടിക്കയറി. എടാ! തൊട്ടു പിന്നാലെ ഓടിക്കയറിയ കത്രിക പരമുവിന്റെ മുഖത്ത് ശിവജി ആഞ്ഞു ചവിട്ടി. പരമു മതിലിൽ നിന്ന് താഴെ വീണു. ശിവജി ചന്ദന ഡിവിഷൻ ഓഫീസിന്റെ മുറ്റത്തേക്ക് മതിലിൽ നിന്നും കുതിച്ചു ചാടി. പിന്നാലെ പറന്നിറങ്ങും പോലെ ശത്രുക്കൾ. ഫോറസ്റ്റ് വയർലെസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് വീണ്ടും സംഘട്ടനം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒന്നും പിടിയിട്ടാതെ പുറത്തിറങ്ങി നോക്കി. ജനം ഗ്രാമമതിലൂടെയും മതിലുകൾക്ക് മുകളിലൂടെയും അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഓട്ടോ ഡ്രൈവർമാരിൽ ചിലർ ഓടി വന്ന് ഭഗവതിയപ്പനെ തടയാൻ ശ്രമിച്ചു. എന്താ ഭഗവതി ഇത്? സത്യം അറിഞ്ഞിട്ട് പോരെ ഇതൊക്കെ? ശിവജി നിരപരാധിയാണെന്ന് നേരത്തെ മുതലേ പലരും പറയുന്നുണ്ട്. നീ പോടാ! ഭഗവതിയപ്പൻ അവരെ തള്ളി മാറ്റി. അവൻ നിരപരാധിയാണോ അപരാധിയാണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം, അവൻ അലറി. വയർലെസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് LP സ്കൂളിന്റെ മുറ്റത്ത് കുട്ടികൾ കളിക്കുകയായിരുന്നു. ശിവജിയുടെ അടിയേറ്റ് കണ്ടെയ്നർ സാബു ചെന്നു വീണത് അവർക്കിടയിൽ. അയ്യോ! കുട്ടികൾ ചിതറിയോടി.
എന്ത് അതിക്രമമാത്? അധ്യാപകർ വരാന്തയിൽ നിന്ന് വിളിച്ചലറി. തറയിൽ പൊടിപടലങ്ങൾ ഇളകുന്നതും അതിനുള്ളിൽ നിഴലുകൾ പോലെ ആളുകൾ ഏറ്റുമുട്ടുന്നതും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. അധ്യാപകർ കുട്ടികളെ വേഗം ക്ലാസ്സിനുള്ളിലാക്കി വാതിലടച്ചു. പിന്നെ ജനാലയിലൂടെ നോക്കി നിന്നു. ഇരുമ്പു കമാലും ശിവജിയും മുഖാമുഖം വന്നു. കമാലേ, ഈ കളിയിൽ നീയും ഉണ്ടായിരുന്നോടാ? ശിവജി അലറി. അതേടാ, പണ്ടത്തെ ഒരു കണക്ക് എനിക്കും ബാക്കിയുണ്ടല്ലോ. കമാൽ പല്ലടിച്ചു. കമാലിന്റെ ചീറി വന്ന വലതുമുഷ്ടി തന്റെ മുഖത്തേക്ക് ഏൽക്കും മുമ്പ് ഇടത് കൈപ്പത്തി കൊണ്ട് ശിവജി തടഞ്ഞു. പിന്നെ ഒറ്റ വെട്ടിക്കൽ. മരക്കം പൊടിയുന്നതുപോലെ ഒരു ശബ്ദം കമാലിന്റെ വലതു തോളിൽ കേട്ടു. ആ! ശിവജി പിടിവിട്ടപ്പോൾ കമാലിന്റെ വലതുകൈ തൂങ്ങിക്കിടക്കുന്നു. വേദനയോടെ ഇടം കൈ കൊണ്ട് അവനത് താങ്ങിപ്പിടിച്ചു. 5-6 പേർ ഒന്നിച്ച് കുതിച്ചു വന്നപ്പോൾ ശിവജി അടുത്ത മതിലിലും ചാടിക്കടന്നു. മറയൂർ നേച്ചർ പാർക്കായിരുന്നു അത്. പാർക്കിന് നടുവിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ പേരാൽ. അത് പാർക്ക് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. തൂണുകൾ പോലെ മരക്കൊമ്പുകളിൽ നിന്നും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്ന 100 കണക്കിന് കൂറ്റൻ വേരുകൾ. ഒരുപാട് കാലുകളുള്ള ഒരു വൃക്ഷമണ്ഡപം പോലെ. അവയിൽ ചാടിക്കളിക്കുന്ന എണ്ണമറ്റ കുരങ്ങുകൾ, പക്ഷികൾ. മരത്തണലിൽ തീർത്ത സിമന്റ് ബെഞ്ചുകളിൽ കുറെ ടൂറിസ്റ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു. അവിടേക്ക് ചാടി വീണവരെ കണ്ട് അവർ കുതിച്ചെണീറ്റു. ഇതിവിടെ പറ്റത്തില്ല! അക്രമികൾക്ക് നേരെ വാച്ചർ ആക്രോശിച്ചു. ആ നിമിഷം അയാളുടെ മുഖത്തൊരു ഇടികിട്ടി. വാച്ചർ മൂക്കുപൊത്തിക്കൊണ്ട് നിലവിളിയോടെ തിരിഞ്ഞോടി. വേരുകൾക്കിടയിലൂടെ ശിവജി വെട്ടിമാറിക്കൊണ്ടിരുന്നു. പക്ഷേ ആയുധമേന്തിയ 10ഓളം പേർ അവനെ വളഞ്ഞു. ശിവജി ഒരു വേരിൽ ചാരി നിന്ന് കിതച്ചു. പാർക്കിന് പുറത്തെ റോഡിലും ജനം എത്തിക്കഴിഞ്ഞു. അവർക്കിടയിൽ ലെനിനുമുണ്ട്. അവൻ പല്ലുകൾ കടിച്ചു പിടിച്ചു നിൽക്കുകയാണ്. ഇനി നിനക്ക് രക്ഷയില്ല ശിവജി. ഈ പാർക്കിൽ തന്നെ നിന്റെ അന്ത്യം. ഈ സിമന്റ് ബെഞ്ചിൽ നിന്നെ പൊതുദർശനത്തിന് വെക്കും. കിതപ്പടക്കിക്കൊണ്ട് ഭഗവതിയപ്പൻ പറഞ്ഞു. ശിവജി മിണ്ടിയില്ല. ശത്രുവിന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുകയായിരുന്നു അവൻ. പേരാലിന് മീതെ ഇരുന്ന് ഉദ്വേഗത്തോടെ കുരങ്ങുകൾ താഴേക്ക് തുറച്ചു നോക്കി. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ശിവജിക്ക് തോന്നി. ശരീരം തളരുന്നതുപോലെ. എവിടെയൊക്കെയോ അടിയേറ്റ വേദന. അപ്പോൾ ശിവജി, ഇനി വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് ഈ കളി അങ്ങ് തീർക്കാം. നീ മിടുക്കൻ തന്നെ, സമ്മതിച്ചു. എന്റെ കൂട്ടത്തിലുള്ള എത്ര പേർ എവിടെയൊക്കെ വീണു കിടപ്പുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും നിന്റെ മരണമാണല്ലോ മുഖ്യം. ഭഗവതിയപ്പൻ അരയിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തു. 18ാമത്തെ അടവായി ഇത് കരുതിയതാ ഞാൻ. പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ചുവപ്പ് പൊടി ശിവജി കണ്ടു. നല്ല ഒന്നാന്തര പാണ്ടിമുളക് പൊടിച്ചതും മണ്ണും കൂടി ചേർത്തതാടാ ഇത്. ഭഗവതിയപ്പൻ ഒടിപിടി പൊടി വാരി. അടുത്ത നിമിഷം ഹോൺ നീട്ടിയടിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റുകൾ തെളിച്ച് താഴെ നിന്ന് ഒരു കോളീസ് ചീറി കയറി വന്നു. ആളുകൾ ഞെട്ടിത്തിരിഞ്ഞ് വഴിമാറി. പാർക്കിന് മുന്നിൽ കോളീസ് ബ്രേക്ക് ഇട്ടു. അതിൽ നിന്ന് നാബി മജീദും ഒപ്പം 2 പേരും ചാടിയിറങ്ങി. ആർക്കാടാ ശിവജിയുടെ ജീവൻ വേണ്ടത്? അലറിക്കൊണ്ട് ഉയരം കുറഞ്ഞ മതിലിന് മീതെ കൈകുത്തി മജീദ് അപ്പുറത്തേക്ക് മറിഞ്ഞു. പിന്നാലെ മറ്റുള്ളവരും. സംഗതി പന്തികേടാണെന്ന് ലെനിന് തോന്നി. സൂത്രത്തിൽ അവൻ പിൻവാങ്ങി. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഭഗവതിയപ്പനും വിളറിപ്പോയി. നേരത്തെ മുതൽ ശിവജിയെ ഇഷ്ടപ്പെട്ടിരുന്ന മറയൂരെ കുറെ ഡ്രൈവർമാരും അതോടെ പാർക്കിനുള്ളിലേക്ക് ഇരച്ചു കയറി. ശിവജി! മജീദ് വിളിച്ചു. മജീദേ! ശിവജിയുടെ സിരകളിൽ പെട്ടെന്നൊരാവേശം ചുറ്റി. തുടങ്ങിക്കോടാ! പറഞ്ഞതും മജീദ് ഒന്ന് കറങ്ങി. ഒരുത്തൻ നാഭിക്ക് ഇടിയേറ്റ് വീണു. ആൽമരത്തിന്റെ വേരിൽ പിടിച്ച് ശിവജി മേലേക്കുയർന്നു. ഭഗവതിയപ്പന് മുളകുപൊടി വീശെറിയാൻ കഴിയുന്ന മുമ്പ് ആ കൈ ശിവജി അവന്റെ മുഖത്തേക്ക് തന്നെ അമർത്തി. അമ്മേ! അലറിക്കരഞ്ഞുപോയി ഭഗവതിയപ്പൻ. അപ്പോഴേക്കും നബി മജീദും കൂട്ടരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് സംഘടനം തുടങ്ങിക്കഴിഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് കളം വെടിപ്പായി. ഗുണ്ടകൾ അവിടെ എവിടെയായി ചിതറിക്കിടക്കുന്നു. ശിവജി! മജീദ് അവനെ കെട്ടിപ്പിടിച്ചു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. 10 വർഷങ്ങൾക്ക് ശേഷമുള്ള സമാഗമം. ഇരുവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മജീദേ! ചുറ്റുപാടും ഒന്ന് നോക്കിക്കൊണ്ട് ശിവജി പറഞ്ഞു. എനിക്ക് അമ്മയെയും ദുർഗയും കാണാൻ തിടുക്കമായടാ. എൻ്റെ വീട്ടിലേക്ക് പോവാടാ നമുക്ക്. അവരവിടെ ഉണ്ട്. അവിടോ? ശിവജിയുടെ നെറ്റി ചുളിഞ്ഞു. ആ, ഒക്കെ പറയാം. നീ ജയിലിൽ നിന്ന് വരുന്നറിഞ്ഞപ്പോൾ ഇവിടെ ചിലർക്ക് ഹാലിളകി. ഒക്കെ പറയാം. മജീദ് ശിവജിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അവരെ സഹായിച്ച ഡ്രൈവർമാർ മുന്നോട്ട് വന്ന് ശിവജിയോട് പരിചയം പുതുക്കി. നമുക്ക് വിശദമായിട്ട് കാണാം.
കാണണം. ശിവജി പുഞ്ചിരിച്ചു. അവർ ക്വാളീസിൽ കയറി. അത് തിരിച്ച് മണ്ണാരപ്പെട്ടിയിലേക്ക് വിട്ടു മജീദ്. ഇവർ ആരൊക്കെയാ? പിന്നിലിരിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ട് ശിവജി മജീദിനോട് തിരക്കി. എൻ്റെ ആളുകളാ, രത്നരാജും ബിജുവും. ശിവജി പിന്നോട്ട് കൈകടത്തി അവരുടെ കരം ഗ്രഹിച്ചു. ക്വാളീസ് മെയിൻ റോഡിലിറങ്ങി. പെട്ടെന്ന് മുന്നിലൊരു പോലീസ് ജീപ്പ് വന്ന് തടയും പോലെ ബ്രേക്കിട്ടു. എൻ്റെ റബ്ബേ, ഇവനൊക്കെ പണിയുണ്ടാക്കുമല്ലോ. പിറുപിറുത്തുകൊണ്ട് മജീദ് വണ്ടി നിർത്തി ഇറങ്ങി. ജീപ്പിൽ നിന്നും ഡിവൈഎസ്പി രാജൻ പണിക്കർ ഇറങ്ങി. എന്താ സാറേ ഒരു വഴി തടയൽ? വിനയവും പരിഹാസവും നിറഞ്ഞതായിരുന്നു മജീദിന്റെ ശബ്ദം. രാജൻ പണിക്കർ പക്ഷേ ആ ചോദ്യം തീർത്തും അവഗണിച്ചിട്ട് കോളീസിന്റെ ഇടതുഭാഗത്തേക്ക് വന്നു. ഇടം കൈ കൊണ്ട് ഡോർ തുറന്നിട്ട് ശിവജിയെ ഒന്ന് നോക്കി. സാറ് ഇതിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ ഭൂമിയിലേക്കൊന്ന് ഇറങ്ങിക്കേ, ഞാനൊന്ന് കാണട്ടെ. ശിവജിയുടെ ഇമകളൊന്ന് വെട്ടി. കാര്യം? അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ ശിവജി തറപ്പിച്ചു നോക്കി. വീരനായകനെ ഒന്ന് കാണാൻ. ഒരുത്തനെ വെട്ടിക്കീറി കുടലും പുറത്ത് ചാടിച്ചിട്ടേക്കുമല്ലേ ബസ് സ്റ്റാൻഡില്. ഞാനോ? ശിവജി പുരുകം ചൊളിച്ചു. പിന്നെ നിന്റെ തന്തയാണോടാ അത് ചെയ്തത്? ഇറങ്ങടാ നായിന്റെ മോനെ ഇങ്ങോട്ട്. രാജൻ പണിക്കർ കൈ നീട്ടി അവന്റെ ഷർട്ടിൽ പിടിച്ചു. ശിവജി ബലമായി ആ കൈ വിടുവിച്ചു. അവന്റെ വിരലുകളുടെ ശക്തി എന്തെന്ന് ആ നിമിഷം രാജൻ പണിക്കർ തിരിച്ചറിഞ്ഞു. ശരീരത്ത് തൊട്ടുള്ള പോലീസിന്റെ കളി വേണ്ട സാറേ, ഒത്തിരി കണ്ടിട്ടുള്ളതാ ഞാൻ. ശിവജി പുറത്തേക്കിറങ്ങി ശക്തിയിൽ ഡോറടിച്ചു. പിന്നെ തന്റെ വലതുകര നീട്ടിക്കാണിച്ചു. തെറ്റ് ചെയ്യാതെ ജയിലിൽ പോയവനാ ഞാൻ. അതുകൊണ്ടായിരിക്കും പോലീസ് തൊടുമ്പോ ഈ കൈവെള്ള ഇങ്ങനെ ചൊറിച്ചില്ല. അപ്പൊ പിന്നെ മുന്നിൽ നിൽക്കുന്നത് കോൺസ്റ്റബിൾ ആണോ ഡെപ്യൂട്ടി സൂപ്രണ്ടാണോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. ശിവജി മീശത്തുമ്പ് മേലേക്കൊന്ന് തള്ളി. നീ എന്താടാ ഭീഷണിപ്പെടുത്തുന്നോ? രാജൻ പണിക്കർക്ക് പെരുത്തു കയറി. അതെ സാറേ, ഭീഷണിപ്പെടുത്തുക. സാറിനൊന്ന് തൊട്ടു നോക്കാൻ തോന്നുന്നുണ്ടോ എന്നെ? അവൻ ചുറ്റും ഒന്നുകൂടി നോക്കി. ആളുകൾ തിങ്ങിക്കൂടുകയാണ്. ശിവജി തുടർന്നു. എന്നെ തൊട്ട സത്യമായിട്ടും ഞാൻ സാറിനെ തല്ലും. തല്ലുക മാത്രമല്ല, ഈ ജനങ്ങൾക്ക് മുന്നിലൂടെ ടൗൺ മുഴുവൻ വലിച്ചിഴയ്ക്കും. അണ്ടർവെയർ പോലും ഇല്ലാതെ ഓടിക്കും. വേണോ അത്? രാജൻ പണിക്കർ വിളറിപ്പോയി. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ചാണിവൻ. മറ്റൊന്നും ഉണ്ടല്ല സാറേ, ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞതാ ഞാൻ. ഇപ്പോ അളമുട്ടി നിൽക്കുക. ഇനി എന്റെ മേലേക്ക് കുതിര കയറാൻ വന്ന അത് കാക്കിക്കാരനായാലും രാഷ്ട്രീയക്കാരനായാലും വച്ചേക്കത്തില്ല. പക്ഷേ ശിവജിയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി സാറേ ഞാനിപ്പോ. രാജൻ പണിക്കർ മിഴയിറക്കി. എങ്കിലും ആളുകൾക്കിടയിൽ പതറുതല്ലോ. അയാൾ ഒച്ച ഉയർത്തി. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, അതൊന്നും എന്റെ അടുത്ത് വേണ്ട. ബസ് സ്റ്റാൻഡിൽ ചോരയിൽ കിടക്കുന്ന ശരീരത്തിന് നീ ഉത്തരം പറയേണ്ടി വരും. ഞാൻ പറയിക്കും. അയാൾ തിരിഞ്ഞ് ജീപ്പിലേക്ക് നോക്കി ഒരു സിഗ്നൽ നൽകി. ഞൊടിയിടയിൽ കുറെ പോലീസുകാർ ചാടിയിറങ്ങി ശിവജിയെ വളഞ്ഞു. അവൻ ചിരിച്ചു. സ്റ്റാൻഡിൽ കിടക്കുന്നവനെ വെട്ടിയതാരാണെന്ന് എന്നെ പോലെ സാറിനും അറിയാം. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ജനങ്ങളിൽ കുറെ പേരെങ്കിലും പറഞ്ഞു തരും. സാർ അവരോട് തിരക്കിയാട്ടെ. ഭഗവതിയപ്പനാ അയാളെ വെട്ടിയത്. ജനക്കൂട്ടത്തിൽ നിന്നൊരു ശബ്ദം. രാജൻ പണിക്കർ തിരിഞ്ഞു നോക്കി. ഓട്ടോ ഡ്രൈവേഴ്സ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സനീഷ്. പണിക്കരുടെ കണ്ണുകൾ ഇടുങ്ങി. നീ കണ്ടതാണോടാ? അതെ. സനീഷ് മുന്നോട്ട് വന്നു. പിന്നാലെ യോവാനും ശ്യാമും. ഞങ്ങളൊക്കെ കണ്ടതാ സാറേ. അതെവിടെ വേണേലും പറയുകയും ചെയ്യും. സംഗതി പരുങ്ങലിലാകുകയാണെന്ന് രാജൻ പണിക്കർ തിരിച്ചറിഞ്ഞു. കോളീസിൽ നിന്ന് രത്നരാജും ബിജുവും കൂടി ഇറങ്ങി. ഇനി ശിവജിയെ വേണോ സാറേ? മജീദ് രാജൻ പണിക്കരുടെ പിന്നിൽ നിന്ന് ശബ്ദം താഴ്ത്തി. കുറെ ചെറ്റകൾക്ക് വേണ്ടി സാർ നാണം കെടണോ? രാജൻ പണിക്കർ മിണ്ടിയില്ല. പകരം ശിവജിയെ നോക്കി അമർത്തി മോളിക്കൊണ്ട് തിരിഞ്ഞ് ജീപ്പിൽ കയറി. പിന്നാലെ പോലീസുകാരും. ജീപ്പ് അതിവേഗം മുന്നോട്ടു പോയി. നമുക്കും പോയേക്കാം. സനീഷിനെ നോക്കി ഒന്ന് തലയിളക്കിയിട്ട് ശിവജി ക്വാളീസിൽ കയറി. മജീദ് വണ്ടി പാമ്പൻപാറയ്ക്ക് പായിച്ചു വിട്ടു. കരിമ്പിൻ തോട്ടങ്ങളിലേക്കും ഗ്രാൻഡിസ് മരങ്ങൾ നിറഞ്ഞ കുന്നുകളിലേക്ക് നോക്കി ശിവജി ഇരുന്നു. പഴയ ഓർമ്മകൾ അവനെ വേട്ടയാടി. ഗ്രാൻഡിസ് മരങ്ങൾ നടുന്നതിനെതിരെ നടത്തിയ സമരങ്ങൾ. താൻ ജയിലിൽ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ വലുപ്പത്തിൽ നിന്നിരുന്ന ഗ്രാൻഡിസ് തൈകൾ ഇന്ന് വൻ മരങ്ങളായിരിക്കുന്നു. ഭൂഗർഭജലം അപ്പാടെ വലിച്ചൂറ്റി കുടിച്ച് വീർക്കുന്ന മരങ്ങൾ. ഭൂമാഫിയക്കാർക്കും കള്ളപ്പണക്കാർക്കും കോടികൾ സമ്മാനിക്കുന്ന മരങ്ങൾ. യാത്രക്കിടയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. വണ്ടി നിന്നപ്പോഴാണ് ശിവജി ചുറ്റും നോക്കിയത്. മജീദിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇറങ്ങു ശിവജി.
മജീദ് ആദ്യം ഇറങ്ങി. ശിവജി അല്പനേരം കൂടി അങ്ങനെയിരുന്നു. മജീദ് ബോണറ്റിനെ വട്ടം ചുറ്റി വന്ന് ഡോർ തുറന്നു കൊടുത്തു. അപ്പോഴേക്കും വീടിനുള്ളിലുണ്ടായിരുന്നവരെല്ലാം പൂമുഖത്തെത്തി. ശിവജി പുറത്തേക്ക് കാൽ വെച്ചു. മോനെ! ഒരു നിലവിളി. ശിവജി തിരിഞ്ഞു. അമ്മ. ആവേശത്തോടെ അവൻ്റെ അരികിലേക്ക് ഓടിയെത്തിയ മീനാക്ഷിയമ്മ ഒരു നിമിഷം നിന്നു. ആദ്യം കാണുന്നത് പോലെ മകനെ അടിമുടി നോക്കി. അമ്മേ. ശിവജിക്ക് ശബ്ദം പുറത്തു വന്നില്ല. അവൻ കൈകൾ വിരിച്ചു പിടിച്ചു. എൻ്റെ മോനെ! കരച്ചിലോടെ അവർ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൻ അമ്മയെ ചുറ്റിപ്പിടിച്ചു. ശിവജിയുടെ കൺകോണുകളിലും 2 തുള്ളി നീർ തങ്ങി നിന്നു. അമ്മ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നു. അതവൻ തിരിച്ചറിഞ്ഞു. അമ്മയിലെ പിടിവിടാതെ തന്നെ അവൻ ചുറ്റും നോക്കി. സുഹറയുടെ അരികിൽ നിൽക്കുകയായിരുന്നു ദുർഗ. അവളെ തിരിച്ചറിയാൻ അവന് 2 നിമിഷങ്ങൾ വേണ്ടി വന്നു. 10 വർഷങ്ങൾ അവളിലുണ്ടാക്കിയ മാറ്റം. തൻ്റെ വിരത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന കുഞ്ഞനുജത്തി. അവൻ ശിരസുകൊണ്ട് അവളെ മാടി വിളിച്ചു. നിറകണ്ണുകളോടെ അവൾ അടുത്തെത്തി. ദുർഗേ! ഏട്ടാ! ഒരു കൈ കൊണ്ട് അവൻ അവളെയും തന്നോട് ചേർത്തു. ഖദീജയുടെയും സുഹറയുടെയും കണ്ണുകളിലുമുണ്ടായി ഒരു നനവ്. ഇങ്ങനെ എവിടെ തന്നെ നിന്നാൽ മതിയോ? ബീനാൻകുട്ടിയുടെ ശബ്ദമാണ് അവരെ ഉണർത്തിയത്. ശിവജി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം കുളിച്ചിട്ട് വല്ലതും കഴിക്കി. ശിവജി അമ്മയെയും പെങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പൂമുഖത്തേക്ക് കയറി. അപ്പോഴാണ് ചെല്ലനെ ശ്രദ്ധിച്ചത്. ഏതാ ഇവൻ? മറുപടി പറഞ്ഞത് മജീദാണ്. ഇവനാ മീനാക്ഷിയമ്മയുടെയും ദുർഗയുടെയും ഗുണ്ട. മറ്റുള്ളവർ അത് കേട്ട് ചിരിച്ചു. ചെല്ലൻ നാണിച്ചു പോയി. ഇക്ക, ഞങ്ങൾ അങ്ങോട്ട് പോവുക. രത്നരാജും ബിജുവും യാത്ര പറഞ്ഞു. ശിവജി കുളി കഴിഞ്ഞ് മജീദിന്റെ മുണ്ടും ഷർട്ടും ധരിച്ചു. ഇനി കഴിച്ചിട്ട്. സുഹറ വന്ന് ക്ഷണിച്ചു. ഇവളും അങ്ങ് വളർന്നുപോയി. ശിവജി ചിരിച്ചു. സുഹറ ചിരിച്ചുകൊണ്ട് തട്ടം വലിച്ചിട്ടു. ശിവജി ഭക്ഷണം കഴിക്കാനിരുന്നു. മീനാക്ഷിയമ്മയും ദുർഗയും അവൻ്റെ അരികിൽ തന്നെ നിന്നു. മീനാക്ഷിയമ്മയ്ക്ക് മകനെ കണ്ടിട്ട് മതിയാകുന്നില്ല. ശിവജി ഒരു ഉരുള ചോറുരുട്ടി വായിൽ വെച്ചു. അടുത്ത നിമിഷം മജീദിന്റെ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്ത് കാതോട് ചേർത്തു. അവൻ്റെ മുഖം പൊടുന്നനെ വിളർന്നത് ശിവജി കണ്ടു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ഭാഗങ്ങളുമായി വീണ്ടും വരാം. നന്ദി.